സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഗ്ലോബുലിൻ ആണ് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഗ്ലോബുലിൻ. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകൾ ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകൾ യോജക കലകളാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകൾ. ഏത് വൈറ്റമിൻ്റെ അഭാവ രോഗമാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്? റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ്. വിറ്റാമിൻ ഡി രോഗത്തിൻ്റെ പേര് റിക്കറ്റ്സ്. അടുത്തത്, പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയത് ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏറ്റവും ചൂട് കൂടിയ മാസം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏറ്റവും ചൂട് കൂടിയ മാസം ഏപ്രിൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകളാണ് ആരവല്ലി നിരകൾ. ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപസമൂഹങ്ങളെ വേർതിരിക്കുന്ന കടൽ ഭാഗം. ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപസമൂഹങ്ങളെ വേർതിരിക്കുന്ന കടൽ ഭാഗം 10 ഡിഗ്രി ചാനലാണ്. തീരപ്രദേശത്തെ മുഖ്യ കൃഷി നെൽകൃഷിയാണ് തീരപ്രദേശത്തെ മുഖ്യ കൃഷി. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. നദികളുടെ എണ്ണം എത്രയാണ്? 34 കായലുകളും 44 നദികളുമാണ് ഉള്ളത്. അടുത്തത്, ലോക ക്ഷയരോഗ ദിനം എന്നാണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1955. 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത്. ഏത് കടലിന്റെ നീല നിറമാണ് CV രാമൻ ഇഫക്റ്റ് കണ്ടെത്താൻ പ്രചോദനമായത്? മെഡിറ്ററേനിയൻ കടലിന്റെ നീല നിറമാണ് CV രാമൻ ഇഫക്റ്റ് കണ്ടെത്താനായിട്ട് പ്രചോദനമായത്. എത്ര മൗലിക കടമകളെ കുറിച്ചാണ് നിലവിൽ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്? 11. മൗലിക കടമകൾ 11, മൗലിക അവകാശങ്ങൾ 6. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് ഏത് വർഷത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1896. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? തിക്കൊടിയൻ പി. കുഞ്ഞനന്ദൻ നായർ. പാസ്കൽ ഏതിൻ്റെ യൂണിറ്റ് ആണ്? പാസ്കൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ്. മർദ്ദം. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ GP പിള്ള.
ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിലമ്പൂർ. താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത്? തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത് ഭരതനാട്യമാണ്. ഭരതനാട്യം. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ച നിരക്ക് നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? എസ് രാധാകൃഷ്ണൻ. ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത് 1853 1853. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആര്? മുനിചര്യ പഞ്ചകം ശ്രീനാരായണ ഗുരുവാണ്. കൃതി ഏതാണ്? മുനിചര്യ പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2 ആണ്. ഡിസംബർ 2. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. ഗുജറാത്ത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗുജറാത്ത്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം? കില്ലർ ന്യൂമോണിയ സാർസ് ആണ്. സാർസ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് ടയലിൻ. കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ എവിടെയാണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലമാണ്. കൊല്ലം. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ശാന്തസമുദ്രത്തിലാണ്. ശാന്തസമുദ്രം. പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് വടക്കൻ പറവൂരാണ്. വടക്കൻ പറവൂർ. തൊഴിൽ നികുതി ഈടാക്കാൻ അധികാരപ്പെട്ടത് ആര്? തൊഴിൽ നികുതി ഈടാക്കാൻ അധികാരപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പശ്ചിമ ബംഗാളിലെ ഹൗറയുടെ മാതൃകയിൽ കേരളത്തിൽ തൂക്കുപാലം നിർമ്മിച്ചത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ഹൗറയുടെ മാതൃകയിൽ പൊന്നാനിയാണ്. പൊന്നാനി. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം മണിപ്പൂർ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1900-ലാണ്. 1900. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത് പൊതുഭരണം എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പൊതുഭരണം. താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് റോക്ക് കോട്ടൺ എന്ന് അറിയപ്പെടുന്നത്? ആസ്ബറ്റോസ് ആണ്. ആസ്ബറ്റോസ്. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ 3.28 ആണ്. 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം. കുരുക്ഷേത്ര, പാനിപ്പട്ട് ഇവ ഏത് സംസ്ഥാനത്താണ്? കുരുക്ഷേത്ര, പാനിപ്പട്ട്
ഹരിയാനയിലാണ്. ഹരിയാന. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഓസോൺ പാളി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച സ്ഥലവും ദിവസവും. ദേശീയ ഗാനം 1911 ഡിസംബർ 27 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1911 ഡിസംബർ 27 കൊൽക്കത്ത സമ്മേളനം. നിർവീര്യ വസ്തുവിൻ്റെ മൂല്യം എത്രയാണ്? നിർവീര്യ വസ്തുവിൻ്റെ മൂല്യം 7 ആണ്. സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? സൂപ്പർ ബഗ് ബാക്ടീരിയയാണ്. ബാക്ടീരിയ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ തന്നിരിക്കുന്നു പട്ന, അജ്മീർ, വാരണാസി, ഋഷികേശ്, കാൺപൂർ, ഹരിദ്വാർ. ഇതിൽ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4, 5, 6. പട്ന, വാരാണസി, ഋഷികേശ്, കാൺപൂർ, ഹരിദ്വാർ. ചുവടെ പറയുന്ന തടാകങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു കൊല്ലേരു ആന്ധ്രാപ്രദേശ്, ലോക്തക് മണിപ്പൂർ, ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശ്, ലോണാർ മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. 4ഉം ശരിയാണ്. കൊല്ലേരു ആന്ധ്രാപ്രദേശിലാണ്, ലോക്തക് മണിപ്പൂരിലാണ്, ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശ്, ലോണാർ മഹാരാഷ്ട്ര. ചുവടെ പറയുന്ന നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ബംഗാളിൻ്റെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം, ഒഡീഷയുടെ ദുഃഖം, അസമിൻ്റെ ദുഃഖം എന്നിവയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ശരിയാണ്. ബീഹാറിൻ്റെ ദുഃഖം കോസി, ഒഡീഷയുടെ ദുഃഖം മഹാനദി, അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഒഡീഷയുടെ ദുഃഖം മഹാനദി, അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? കുമരകം പക്ഷി സങ്കേതം കോട്ടയം, അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലനൂർ പക്ഷി സങ്കേതം പാലക്കാട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 എന്നിവ. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ശരിയാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ശരിയാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ചൂലനൂർ പക്ഷി സങ്കേതം പാലക്കാടാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം. ഏത് വൈസ്രോയിയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്? ഏത് വൈസ്രോയിയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്? കഴ്സൺ പ്രഭു വൈസ്രോയി ആയിരുന്ന കാലത്താണ്. കഴ്സൺ പ്രഭു. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏത് പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? ജസ്റ്റിസ് പാർട്ടി എന്നാണ്. ജസ്റ്റിസ് പാർട്ടി. റാവത്ത് ഭട്ട ആണവ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? റാവത്ത് ഭട്ട ആണവ പദ്ധതി രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് 230 ആണ്. 230. നാം ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജലദിനം മാർച്ച് 22 ആണ്. മാർച്ച് 22. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണ്? ഏറ്റവും വലിയ അക്ഷാംശ വൃത്തമാണ് ഭൂമധ്യരേഖ. സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത് ആര്?
സേവാഗ്രാം ഗ്രാമ പുനർനിർമ്മാണ പദ്ധതിക്ക് രൂപം കൊടുത്തത്? മഹാത്മാഗാന്ധി. അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്? അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്തി രാജ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, പഞ്ചായത്തി രാജ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 തവണ ആദരിക്കപ്പെട്ട മലയാളി ആര്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായിട്ട് 2 തവണ ആദരിക്കപ്പെട്ട മലയാളിയാണ് കെ കൃഷ്ണമേനോൻ. കെ കൃഷ്ണമേനോൻ. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ഏത് പേരിലാണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്നാണ്. മിൻഡോ മോർലി ഭരണപരിഷ്കാരം. 1858 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മണിറാം ദത്ത ഏത് പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഭരണകൂടത്തിനെതിരെ പോരാടിയത്? മണിറാം ദത്ത. ആസാമാണ്. ആസാം. ബക്ഷി ജഗബന്ധു ഏത് കലാപത്തിലാണ് നേതൃത്വം നൽകിയത്? ബക്ഷി ജഗബന്ധു പൈഗ കലാപത്തിലാണ്. ഓപ്ഷൻ സി, പൈഗ കലാപം. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നുമാണ്? മൗലിക അവകാശങ്ങൾ അമേരിക്കയാണ്. അമേരിക്ക. മൗലിക അവകാശങ്ങളിൽ നിന്നും വേർപെടുത്തപ്പെട്ട സ്വത്തവകാശത്തെക്കുറിച്ച് ഇപ്പോൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത്? 12 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 12. കേരളത്തിലെ ഏത് നദിയാണ് പയസ്വിനി എന്ന് കൂടി അറിയപ്പെടുന്നത്? പയസ്വിനി. ചന്ദ്രഗിരി പുഴയാണ്. ചന്ദ്രഗിരി പുഴ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? മഹാത്മാ അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി. താഴെ നൽകിയവയിൽ ഏതാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത അവസ്ഥ മയോപ്പിയ. ശക്തി, മുക്തി എന്നിവ കേരളത്തിലെ ഏത് പച്ചക്കറിയുടെ വ്യത്യസ്ത ഇനങ്ങളാണ്? ശക്തി, മുക്തി എന്നിവ കേരളത്തിലെ ഏത് പച്ചക്കറിയുടെ വ്യത്യസ്ത ഇനങ്ങളാണ്? തക്കാളിയുടേതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, തക്കാളി. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എത്രയാണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായിരിക്കും. ഒരു വോൾട്ടിന് തുല്യമായത് ഏതാണ്? ഒരു വോൾട്ടിന് തുല്യമായത് 1 ജൂൾ പെർ കൂളംബ് ആണ്. 1 ജൂൾ പെർ കൂളംബ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏത്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് CSO. CSO. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഡാഷ്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ. ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം? ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൺ ഗർത്തം. അവസാദശിലയ്ക്ക് ഉദാഹരണം ചുണ്ണാമ്പുകല്ല്. കേരളത്തിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളിൽ എണ്ണത്തിൽ കൂടുതലുള്ള വിഭാഗം ഏത്? പണിയർ. ഭൂപടങ്ങളിൽ കുഴൽക്കിണർ എന്ന ഭൂസവിശേഷത ഏത് നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? നീല നിറമാണ്. നീല നിറം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത്? ഏറ്റവും ഉള്ളിലുള്ള പാളി അകക്കാമ്പാണ്. അകക്കാമ്പ്. കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏതാണ്? പ്രാഥമിക ശിലകൾ ആഗ്നേയ ശിലകളാണ്. പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകൾ.
ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക മണ്ണ് ദിനം ഡിസംബർ 5 ലോക മണ്ണ് ദിനം. രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേര്? അഗ്ലൂട്ടിനേഷൻ. രക്തം ദാനം ചെയ്യുമ്പോൾ പരസ്പരം ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അഗ്ലൂട്ടിനേഷൻ. ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 14. ജൂൺ 14. ദേശീയ രക്തദാന ദിനം എന്നാണ്? ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ഒക്ടോബർ 1. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് പ്ലൂറയാണ്. പ്ലൂറ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ. ഓരോ പ്രാവശ്യവും ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരെന്ത്? ടൈഡൽ വോളിയം. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? 1926 ഗുവാഹട്ടി സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്. 1926 ഗുവാഹട്ടി സമ്മേളനം. 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി ഏതാണ്? 5+3+3+4. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം 1992 മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം പ്രാവർത്തികമാക്കിയത്? PV നരസിംഹറാവു ആണ്. PV നരസിംഹറാവുവിൻ്റെ കാലത്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം 1992 മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം പ്രാവർത്തികമാക്കിയത്? ഏത് ജില്ലയിലെ തനത് കലാരൂപമാണ് പൊറാട്ട് നാടകം? പൊറാട്ട് നാടകം പാലക്കാട് ജില്ലയിലെ കലാരൂപമാണ്. പാലക്കാട്. ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് രാജ്യത്ത് നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എവിടെയാണ് നിലവിൽ വന്നത്? ഭൂട്ടാനിലാണ്, ഇന്ത്യയുടെ സഹായത്തോടെ. ഏത് ദേശീയ പാതയാണ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നുകൂടി അറിയപ്പെടുന്നത്? NH4 ആണ്. NH4 ആണ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നുകൂടി അറിയപ്പെടുന്നത്. മഹാത്മജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് മഹാത്മജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം കുടലാണ്. കുടൽ. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ ഭക്ഷ്യവിള ഏത്? ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ ഭക്ഷ്യവിള ഗോതമ്പ്. അങ്ങനെയെങ്കിൽ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? കേരളം 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. 100 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.